ഹായ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ മനോഹരമായ ഒരു എപ്പിസോഡാണ് ഇന്നത്തെ. അപ്പൊ ആരും മിസ്സാക്കരുത്. അങ്ങനെ വരുണിനെ തല്ലി ഓടിച്ച കൺമണി ആ ഒരു ഷോക്കിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം നേഴ്സും അതുപോലെ കൃഷും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അവര് കൺമണിയോട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന്. കൺമണിയാണെങ്കിൽ ആകെ പകച്ചു നിൽക്കുന്നു. എന്തു പറ്റിയെന്ന് കൃഷി ചോദിക്കുമ്പോ അത് പിന്നെ ഞാനൊരു സ്വപ്നം കണ്ടതാണ് എന്നെല്ലാം കള്ളം പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട് കൺമണി. ഉടനെ നേഴ്സ് ചോദിക്കുന്നുണ്ട്, ആരോ കരയുന്ന സൗണ്ട് കേട്ടല്ലോ, അതും ഞാൻ സ്വപ്നത്തിൽ കണ്ട് പേടിച്ച് നിലവിളിച്ചതാ. അങ്ങനെ മറുപടി കൊടുക്കുകയാണ് കൺമണി നേഴ്സിന്. നേഴ്സ് അപ്പോ കൺമണിയുടെ അടുത്ത് എന്ന് പറയും, ഓ സോംനാങ്കുലിസം ഉണ്ടല്ലേ, സാരമില്ല, നമുക്കിതൊക്കെ മാറ്റിയെടുക്കാം, ഞാനിവിടെ ഉണ്ടല്ലോ, ഇപ്പോഴേ പോയി കിടന്നുറങ്ങുന്നു പറഞ്ഞ് അവരവരുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ കൃഷിന് കൺമണി പറഞ്ഞതൊന്നും വിശ്വാസമായിട്ടില്ല. കൃഷി ചോദിക്കുന്നുണ്ട്, കൺമണിയുടെ ശബ്ദം പോലെ അല്ലല്ലോ തോന്നിയത്. അപ്പൊ കൺമണി പറയും, അത് പിന്നെ പേടിച്ചിട്ട് ഒച്ചയടഞ്ഞതാ, വീട്ടിലും ഇടയ്ക്ക് സ്വപ്നം കണ്ട് ഞെട്ടി എണീറ്റ് ബഹളം ഉണ്ടാക്കാറൊക്കെ ഉണ്ട്. കൃഷി അത് വിശ്വസിച്ചെന്ന മട്ടില് തലയാട്ടുന്നുണ്ട്. എങ്കിലും ചോദിക്കുന്നുണ്ട്, കൺമണി ഇവിടെ കള്ളന്മാരോ മറ്റോ വന്നിട്ടുണ്ടായിരുന്നോ, അതോ ഇനി കൺമണി പറഞ്ഞതുപോലെ സ്വപ്നം കണ്ടത് തന്നെയാണോ? സ്വപ്നം തന്നെയാ സാർ, ഉറപ്പാണോ എന്ന് കൃഷി വീണ്ടും എടുത്തു ചോദിക്കുമ്പോ അതേന്ന് തന്നെ പറയുന്നു. പക്ഷേ കൺമണിയുടെ ആ മുഖഭാവം കാണുമ്പോ കൃഷിന് ഒന്നും മനസ്സിലാകുന്നുണ്ട്. കൺമണി എന്തിനെയോ പേടിക്കുന്നു, ആരെയോ പേടിക്കുന്നുണ്ട്, ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോ അങ്ങനെയൊന്നും ഇല്ല എന്നതാണ് കൺമണി മറുപടി കൊടുക്കുന്നത്. ഇതിപ്പോ സ്വപ്നം കണ്ട് ഞാൻ ഭയന്നുപോയി, സാറിന് ബുദ്ധിമുട്ടായല്ലേ, എന്റെ ബുദ്ധിമുട്ടൊക്കെ അവിടെ നിൽക്കട്ടെ, കൺമണിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടെങ്കിലേ കൃപയുടെ റൂമിലേക്ക് കിടന്നു. എന്നാൽ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് കൺമണി അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ കൺമണി അവിടെ നിന്ന് പോയതിനു ശേഷമാണ് കൃഷി ചുറ്റും വന്ന് ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് വരുണിനെ തല്ലാൻ ഉപയോഗിച്ച ആ വടിയും അതുപോലെ കത്തിയും ഒക്കെ നിലത്ത് കിടക്കുന്നത് കൃഷി കാണുന്നത്. കൺമണിയാണെങ്കിൽ താൻ ഉറങ്ങാൻ കിടന്ന ആ സ്ഥലത്ത് നിന്ന് തന്റെ ബെഡ്ഷീറ്റും അതുപോലെ പില്ലോയും ഒക്കെ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുന്നതും കൃഷി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ കൺമണി ഇത്, കൺമണി ഇവിടെയാണോ കിടന്നിരുന്നത്? ഇവിടെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഞാനാണെങ്കിൽ ശ്രദ്ധിച്ചുമില്ല, കൺമണിക്ക് ഒറ്റയ്ക്ക് റൂമിൽ കിടക്കാൻ പേടിയായിരുന്നോ? അതല്ലേ ഞാൻ പറഞ്ഞത്, കൃപയുടെ റൂമിൽ കിടന്നോളാൻ. ഇനിയിപ്പോ ഏതായാലും കൺമണി അകത്ത് കിടന്നു, ഞാനിവിടെ പുറത്ത് സോഫയിൽ കിടന്നോളാം. ഇതെല്ലാം കേട്ട് കൺമണി പറയുന്നുണ്ട് അതൊന്നും വേണ്ടെന്ന്. എന്നിട്ട് കൃഷിന്റെ മുന്നിൽ നിന്നും പോകാൻ തുടങ്ങുന്നതും കൃഷി കൺമണിയെ തടയുകയാണ്. കൺമണിയാണെങ്കിലും ആകെ അന്തം വിടുന്നു. ശേഷം കൃഷി പറയുന്നുണ്ട്, ഇവിടെ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് കൺമണിക്ക് പേടിയുണ്ടോ? കൺമണി ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തായാലും കൺമണിയുടെ കരുതലിന് നന്ദിയുണ്ട്. എന്റെ ദേഷ്യം മാറാൻ കൺമണി ഒരു ട്രിക്ക് പറഞ്ഞില്ലേ, അതുപോലെ കൺമണിയുടെ ടെൻഷനും പേടിയൊക്കെ മാറാൻ ഞാനൊരു സൂത്രം തരാം. അതും പറഞ്ഞുകൊണ്ട് കൃഷ് തന്റെ വിരലിൽ നിന്നും ഒരു മോതിരം കൺമണിക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൺമണിയാണെങ്കിലും ഒരു നിമിഷത്തേക്ക് സ്വയം മറന്നു നിൽക്കുന്നു. പെട്ടെന്ന് കൺമണി എന്ന് കൃഷി വിളിക്കുമ്പോഴാണ് കൺമണി ഉണരുന്നത്. ശേഷം കൃഷി പറയുന്നുണ്ട്, ഞാനിപ്പോ ഇട്ട് തന്ന ഈ മോതിരം ഉണ്ടല്ലോ, ഇത് ആനവാൽ മോതിരവാ, പേടി മാറാനേ ബെസ്റ്റാ. എന്തെങ്കിലും ടെൻഷൻ വരുമ്പോ ഈ മോതിരത്തിൽ ഒന്ന് തൊട്ടാ മതി, ധൈര്യം കിട്ടും, ഒരു വിശ്വാസം. തുടർന്ന് പേടി മാറിയല്ലോ എന്ന് ചോദിക്കുമ്പോ ഉവ്വെന്ന് തലയാട്ടുന്നുണ്ട് കൺമണി. അങ്ങനെ ഒരിക്കൽ കൂടെ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് കൺമണിക്ക് ആശ്വാസമേകിക്കൊണ്ട് കൃഷ് അവിടെ നിന്നും ചിരിച്ചുകൊണ്ട് പോവുകയാണ്. കൺമണിയാണെങ്കിലും പിന്നീട് ആ മോതിരത്തിൽ നോക്കി സ്വയം മറന്നു നിൽക്കുകയാണ്. പിറ്റേ ദിവസമായി ഗോകുലിനോട് ഇക്കാര്യങ്ങളെല്ലാം കൺമണി പറയുന്നുണ്ട്. അതനുസരിച്ച് ഗോകുല് പറയുകയാണ്, ആദ്യം താലി കെട്ടി, ഇപ്പൊ മോതിരം ചാർത്തുന്നു. എന്താ അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം? അത് പിന്നെ പേടി മാറ്റാനുള്ള മോതിരമാടാ, അല്ലാതെയുള്ള റിങ്. അത് പറഞ്ഞപ്പോഴാണ് തന്റെ വിരലിലെ ആ റിങ് കാണുന്നില്ലെന്നുള്ള കാര്യം കൺമണി മനസ്സിലാക്കുന്നത്. അയ്യോ, ഇതെവിടെ പോയി എന്നും ചിന്തിക്കുന്നു. ഗോകുൽ ഇത് കേട്ട് എന്താന്ന് ചോദിക്കുമ്പോ, അല്ലടാ എന്റെ എൻഗേജ്മെന്റ് മോതിരം, അത് കാണാനില്ല, അത് ഇന്നലെ രാത്രിയില് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഇന്നലെ രാത്രിയിൽ എന്താ നടന്നതെന്ന് ഗോകുൽ ആകാംക്ഷയോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ കൺമണിക്ക് അത് തുറന്നു പറയാൻ മടിയാവുകയാണ്. ഇതേ സമയം മനോജ് ശ്രീനിയുടെ അടുത്ത് ചെന്നിട്ട് വരുണിനെ ഉണ്ടല്ലോ ഇന്നലെ രാത്രി ആരോ മർദ്ദിച്ചു എന്നുള്ള കാര്യം ചെന്ന് പറയുന്നുണ്ട്. ഇത് ഗോകുല് കേൾക്കുന്നുണ്ട്. തുടർന്ന് കൺമണിയോട് ചോദിക്കുന്നുണ്ട് ഗോകുല്, അപ്പേ അച്ഛൻ പറയുന്നത് വല്ലതും അപ്പ കേട്ടോ എന്ന് പറയുന്നുണ്ട് കൺമണി. അപ്പോ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാൻ മാത്രം ഞാൻ തല്ലിയോ ഈശ്വര എന്നൊക്കെ പറയുന്നതും ഗോകുലിന് വീണ്ടും ടെൻഷൻ ആവുകയാണ്. അപ്പേ എന്നോട് കാര്യങ്ങൾ തെളിച്ചു പറയാൻ പറയുന്നുണ്ട്. കൺമണിയാണെങ്കിലും തന്റെ എല്ലാ കാര്യങ്ങളും ഗോകുലിന് അറിയാലോ, അപ്പൊ ഇനിയിപ്പോ ഇതായിട്ട് എന്തിനാ മറച്ചു വെക്കുന്നതെന്ന് കരുതി ഇന്നലെ നടന്ന ആ സംഭവങ്ങളെല്ലാം ഗോകുലിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വരുണിനെ തല്ലിച്ചയച്ച് അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട കാര്യങ്ങളെല്ലാം കൺമണി ഗോകുലിനോട് തുറന്നു പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഗോകുലും ആകെ ഞെട്ടിപ്പോവുകയാണ്. ശരിക്കും പേടിയോടെ നിൽക്കുകയാണ്. കാര്യങ്ങൾ ആ ലെവലിൽ എത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഗോകുല്. വരുൺ ചേട്ടൻ ഇനി അവിടെ വന്നത് അപ്പയെ കാണാൻ വേണ്ടിയാണോ അതോ കൃഷ് സാറിന്റെ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് ഉപദ്രവിക്കാൻ വന്നതായിരിക്കോ? അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിയില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ കൺമണി. എന്തായാലും വരുണിന് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതറിഞ്ഞ അമ്മായിമാര് മനോജിന്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട്. അവന്റെ കയ്യിലിരിപ്പിന് ആരെങ്കിലും ഇങ്ങനെ ഒരു അടി കൊടുക്കുമെന്ന് ഞങ്ങൾ മുമ്പേ പ്രതീക്ഷിച്ചത. വരുൺ തന്നെ ഞങ്ങളോട് പറഞ്ഞതാ അവന്റെ കയ്യിൽ കുഴപ്പങ്ങളുണ്ടെന്ന്. അതുകൊണ്ട് അവന് കിട്ടിയ അടി തന്നെയാണിത്. വല്ലാത്തൊരടി അടിച്ചതെന്നാണ് പറഞ്ഞത്. അടിച്ചവരെയോട്ട് അറിയത്തുമില്ല, റോട്ടിലേട്ടായിരുന്നു, കാശിന് വേണ്ടിയാണ് അത്ര അടിച്ചത് എന്നൊക്കെ മനോജ് പറയുന്നുണ്ട് അവരോട്. ഇത് കേൾക്കുന്ന ഗോകുലിന്
ചിരി വരികയാണ്. എന്നിട്ട് കൺമണിയോട് ചോദിക്കുന്നുണ്ട്, അപ്പോ വല്ലതും കേട്ടോ? അതിൽ നിന്നും കൺമണിക്ക് മനസ്സിലാവുകയാണ് വരുൺ കാര്യങ്ങളൊന്നും ആരെയും അറിയിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം. എന്തായാലും ഈ ഒരു തല്ല് അവന് ഗുണം ചെയ്യുമെന്ന് അമ്മായിമാര് മനോജിനോടും ശ്രീനിയോടും പറയുന്നുണ്ട്. ശ്രീനി ഇതേ സമയം ഗോകുലിനോട് അടിച്ചു ചോദിക്കുകയാണ്, മോനെ നീ കൺമണിയോടല്ലേ സംസാരിക്കുന്നേ? വരുണിന്റെ വിവരം കൂടെ ഒന്ന് അറിയിച്ചു കേട്ടോ. എന്നാൽ അപ്പൊ ഓൾറെഡി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞുവെന്ന് ഗോകുൽ അബദ്ധത്തിൽ പറയുകയാണ്. കൺമണിയാണെങ്കിൽ തലയിൽ കൈവച്ചു പോവുകയാണ്. ഇവൻ നശിപ്പിച്ചല്ലോ എന്ന് ഓർത്തിട്ട്. ശ്രീനിയും മനോജും ചോദിക്കുന്നുണ്ട്, അറിഞ്ഞോ? അതെങ്ങനെയാ? വരുണിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞോ? അപ്പൊ ഗോകുല് പറയും, അതൊന്നുമല്ല, ഇവിടെ പറയുന്നത് കേട്ടതാ. ശേഷം അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കൺമണിയോട് ഒന്നും കൂടെ ചോദിക്കുകയാണ്, അപ്പേ ഇവിടെ പറഞ്ഞതെല്ലാം കേട്ടല്ലോ അല്ലേ? കേട്ടുവെന്ന് അല്പം ദേഷ്യത്തോടെ പറയാണ് കൺമണി. ശേഷം ഗോകുലിനോട്, കാര്യങ്ങൾ കുഴപ്പമാകോടാ ഗോകുലെ. അപ്പയുടെ കയ്യിൽ നിന്ന് കിട്ടിയതല്ലേ, അപ്പൊ കാര്യങ്ങൾ കുഴപ്പമാകാൻ സാധ്യതയുണ്ടെന്ന് ഗോകുല് സ്വകാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും അപ്പൊ പേടിക്കണ്ട, ഇനി കാര്യങ്ങൾ വരും പോലെ വരട്ടെ. പിന്നെ അപ്പച്ചുമാര് പറഞ്ഞതുപോലെ ആ വരുൺ ചേട്ടന് ഒരടിയുടെ ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇതിത്തിരി കൂടി പോയോ എന്നെല്ലാം പറയുന്നുണ്ട് ഗോകുല്. പിന്നീട് കാണിക്കുന്നത് വരുണിനെയാണ്. വരുണാണെങ്കിൽ വേദന കൊണ്ട് കരയുകയാണ്. വരുണിന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എടാ ഇത് എവിടെന്ന് പറ്റി? വരുണിന് ശരിക്കും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. എങ്കിലും ഗുണ്ടകളെന്ന് എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിക്കുകയാണ്. എന്നാലും ആ ഗുണ്ടകൾ എന്തൊരടി അടിച്ചത് എന്നെല്ലാം പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നുണ്ട് വരുണിന്റെ അച്ഛൻ. എന്തായാലും ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല. നിന്റെ അമ്മ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ സ്റ്റേഷനിലേക്ക് പോകണം, പരാതി കൊടുക്കണം. വേണ്ടെന്ന് വരുൺ പറയുന്നുണ്ടെങ്കിലും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എത്ര ഒടിവാ, കേസ് കൊടുത്തേ പറ്റൂ. പത്രത്തിലും കൊടുക്കണം, അല്ലെങ്കിൽ സ്റ്റേഷനിൽ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാമെന്നും പറഞ്ഞ് അച്ഛൻ ഫോൺ എടുക്കാൻ തുടങ്ങുന്നതും വരുൺ വേണ്ടെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയം വരുൺ അമ്മായിമാരുമായിട്ട് അന്ന് സംസാരിച്ച ആ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. അമ്മായിമാര് പറഞ്ഞല്ലോ, നീയും കൃഷിന്റെ വീട്ടിലേക്ക് കൺമണിയെ ആക്രമിക്കാൻ വേണ്ടി ചെന്നാലേ നിനക്ക് അവളെ അറിഞ്ഞൂടാ, അവളുടെ ദേഹത്ത് തൊടാൻ പോലും നിനക്ക് പറ്റില്ലടാ. അവളെ ചവിട്ടിക്കൂട്ടി നിന്നെ റൊട്ടിയാക്കും, അടിച്ചു നിന്റെ എല്ലൊടിക്കും, നീ ആശുപത്രിയിലും ആകും എന്നിങ്ങനെ അവര് പറഞ്ഞതെല്ലാം വരുൺ ഓർത്തു പോകുന്നുണ്ട്. അന്ന് അവര് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തന്നെ ചിന്തിക്കുകയാണ് വരുൺ. ശേഷം വരുണിനോട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ചായ വല്ലതും വേണോ? അപ്പൊ വരുൺ പറയും, എനിക്ക് ചായ വേണമെന്നുണ്ട്, പക്ഷെ തൊണ്ടയിൽ നിന്ന് ഇറക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇതേ സമയം കൺമണി വരുണിനെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. വരുൺ ഇത് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? വീട് പൊളിച്ചിട്ട് കടന്നു കയറുക. ഞാനാണെങ്കിൽ വിവാഹം ചെയ്യാൻ പോകുന്ന ആളെ ക്രൂരമായി തല്ലുകയും ചെയ്തു, വേണ്ടി വന്നതാ. എന്നാലും ആ മോതിരം എവിടെ പോയി? ഇവിടെ എവിടെയോ തന്നെ ഉണ്ടാവും എന്നും പറഞ്ഞ് വരുണുമായിട്ട് തല്ലുകൂടി ആ സ്ഥലത്തൊക്കെ ഒന്ന് പരതുന്നുണ്ട് കൺമണി. ഇതേ സമയം മോതിരം തെരഞ്ഞുകൊണ്ടിരിക്കുന്ന കൺമണിയെ കൃഷി കാണുന്നുണ്ട്. കൃഷി ചിന്തിക്കുന്നത് കൺമണി കത്തിയും വടിയും തിരയുകയായിരിക്കുമെന്നാണ്. എന്തായാലും മോതിരം തപ്പിയിട്ടും കിട്ടാത്ത ആ ഒരു സങ്കടത്തില് കൺമണി അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോ കൃഷി ഉറക്കം വിളിച്ച് ചോദിക്കും, എന്താ കൺമണി, കത്തിയും വടിയും തിരയുകയാണോ? കൺമണി അതേന്ന് പറയുന്നുണ്ട്. അപ്പൊ കൃഷി ചിരിച്ചുകൊണ്ട് വന്നിട്ട് കൺമണിയുടെ അടുത്ത് എന്നിട്ട് പറയും, അതെ, അത് ഞാനങ്ങ് എടുത്തു മാറ്റി. ഞാൻ പറഞ്ഞില്ലേ, ഇനി കൺമണിക്ക് ജീവിതത്തിലെ പേടിയേ ഉണ്ടാവില്ല. പേടി വരുമ്പോഴേ ഈ ആനവാൽ മോതിരത്തിലൊന്ന് തൊട്ടാൽ മതി. അപ്പൊ കൺമണി ചോദിക്കും, മുമ്പ് എനിക്ക് പേടി വരുമ്പോ എന്താ തൊടാതിരുന്നതെന്ന്. ഒക്കെ ഒരു വിശ്വാസമല്ലേ. കൺമണിക്ക് എന്തായാലും ഇത് ഗുണം ചെയ്യും. ഒരു കൊലകൊമ്പൻ ആനയുടെ വാലാണ്. കൺമണിയാണെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് ഒരു സന്തോഷമില്ലാത്ത പോലെ വെറുതെ ഒന്ന് മൂളുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ കൃഷി ചോദിക്കും, ചേടാ ഇത്രയൊക്കെ കേട്ടിട്ടും വെറുതെ ഒരു ഉമ്മോ? ഇന്നലെ രാവിലെ ചായ പ്രശ്നത്തില് വാതോരാതെ സംസാരിച്ചിരുന്ന ആള് പിന്നീട് എപ്പോഴോ ശബ്ദം പോയ പോലെ, പേടിയും ടെൻഷനും ഒരു പിടിമുറുക്കമൊക്കെ ഉള്ള പോലെ. തുടർന്ന് ചോദിക്കുകയാണ്, കൺമണിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോഴും ഒന്നും ഇല്ലെന്ന് തന്നെയാണ് കൺമണി പറയുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിലേ എന്നോട് പറയണം കേട്ടോ, അത് ഞാൻ സോൾവ് ചെയ്ത് കയ്യിൽ തരും. ഞാൻ കൂടെ ഉണ്ടെന്ന് തന്നെ വിചാരിച്ചോ? അത് കേട്ട് ശരിയെന്നുള്ള മട്ടില് ചിരിച്ചുകൊണ്ട് മൂളുന്നുണ്ട് കൺമണിയും. തുടർന്ന് കൃഷി പറയുകയാണ്, അതുപോട്ടെ, ഇനിയൊരു പ്രധാന വിഷയത്തിലേക്ക് വരാം. ശേഷം മടിയോടെ കൃഷി, ഞാനത് കൺമണിയോട് ചോദിക്കണോ വേണ്ടയോ എന്ന് കുറെ നേരമായിട്ട് ചിന്തിക്കുകയായിരുന്നു. ചോദിച്ചു കഴിഞ്ഞാൽ കൺമണി എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് ഒരു തോന്നലും വന്നു. കൺമണി ചോദിക്കുന്നുണ്ട്, എന്താന്ന്? കൃഷി പറയും, ഞാനത് ചോദിച്ചു കഴിഞ്ഞാൽ കൺമണി ചിലപ്പോൾ ചിന്തിച്ചു പോകും, കൃഷ് സാറ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇങ്ങനത്തെ ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുകയാണോ എന്നൊക്കെ. ആദ്യം ചോദിക്കണമെന്ന് കരുതി, പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. കൺമണിക്കാണെങ്കിലും വല്ലാത്ത ടെൻഷൻ ആകുന്നു. എന്തോ പന്തികേട് മണക്കുന്നുണ്ട് കൃഷിന്റെ ആ സംസാരത്തിൽ നിന്ന്. ശേഷം ഞാൻ ഉറപ്പിച്ചു, കൺമണി എന്നെ പറ്റി എന്ത് വിചാരിച്ചാലും ഞാൻ ചോദിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. ഞാൻ ചോദിക്കുവാണേ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ എന്താ? കൃഷിന് പറയാനുണ്ടായിരുന്ന അതാണ്. അത് കേൾക്കുന്നതും കൺമണി പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഇത്രേ ഉള്ളായിരുന്നു എന്നുള്ള അർത്ഥത്തില് അതോർത്ത് കൺമണി ചിരി അടക്കാൻ പാടുപെടുന്നു. ശേഷം കൃഷിനോട് പറയുന്നുണ്ട്, സാറിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അത് ഞാൻ ഉണ്ടാക്കി തരാം. കൺമണി ഉണ്ടാക്കുന്ന എന്തും ഞാൻ കഴിക്കുമെന്ന് പറയുന്നുണ്ട് കൃഷി. ഇത്രയും രുചിയുള്ള ഭക്ഷണം
ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ആ നേഴ്സ് പറഞ്ഞ സത്യ. കൺമണിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് ഭാഗ്യവാന. പിന്നെ കൺമണി എനിക്കൊരു സഹായം ചെയ്യാമോ? ബാത്റൂം ഷവറിന്റെ പിടി നല്ല ടൈറ്റാ. കൈ പൊള്ളിയതുകൊണ്ട് എനിക്ക് ബലം പ്രയോഗിക്കാൻ വയ്യ. അതുകൊണ്ട് കൺമണിയും കൂടെ ഒന്ന് ശ്രമിക്കാമോ? കൺമണി കൃപയുടെ സൂപ്പർ കൺമണിയല്ലേ, ഈസി ആയിട്ട് പറ്റും. ഇത് കേൾക്കുന്ന കൺമണി അതിനെന്താ സാർ, ഞാൻ നോക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ആനവാൽ മോതിരം സൂക്ഷിച്ചോളം കേട്ടോ എന്നുകൂടെ കൃഷി പറഞ്ഞിട്ട് പോകുമ്പോ കൺമണിക്കാണെങ്കിലും ആ ആനവാൽ മോതിരത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നുകയാണ്. അതിങ്ങനെ നോക്കിക്കൊണ്ട് ഇഷ്ടത്തോടെ നിൽക്കുന്നു. അപ്പോഴാണ് തന്റെ കളഞ്ഞുപോയ ആ മോതിരം അവിടെ കിടക്കുന്നത് കൺമണി കാണുന്നത്. അതെടുത്ത് വീണ്ടും കൺമണി അണിയാൻ നോക്കുന്നുണ്ടെങ്കിലും കൺമണിക്ക് പെട്ടെന്ന് തോന്നുകയാണ് ഇതിനി താൻ അണിയേണ്ട കാര്യമില്ലെന്നും കൃഷ് സാറ് തന്ന ഈ ആനവാൽ മോതിരം അതായിരിക്കണം തന്റെ വിരലിൽ ഇനി കിടക്കേണ്ടതെന്നും. അതുകൊണ്ട് തന്നെ വളരെ വിഷമത്തോടെ തന്റെ എൻഗേജ്മെന്റ് റിംഗ് ഇടണ്ടാന്ന് തന്നെ കൺമണി തീരുമാനിക്കുകയാണ്. പിന്നീട് കൃഷ് ആണെങ്കിൽ ഷവർ തുറക്കാൻ വേണ്ടി ആ പിടി ഇങ്ങനെ തിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് തിരിയുന്നില്ല. അപ്പോഴേക്കും കൺമണിയും അങ്ങോട്ട് വന്നിട്ട് കൃഷിനെ സഹായിക്കുന്നു. കുറച്ചുനേരം കൺമണി അത് ആ പിടി ഇങ്ങനെ തിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വെള്ളം വരികയാണ് കേട്ടോ. ആ വെള്ളത്തിൽ നനഞ്ഞു പോകുന്നുണ്ട് കൃഷും കൺമണിയും. എന്നാൽ ആ ഒരു സാഹചര്യത്തില് കൺമണിയും കൃഷും പ്രണയവിവശരായി മാറുന്നുണ്ട്. പരസ്പരം അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അവര്. ആ ഒരു സമയത്താണ് കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേൾക്കുന്നത്. രണ്ടുപേരും ആകെ ഞെട്ടുന്നുണ്ട്. ഞാൻ പോയി നോക്കാമെന്നും പറഞ്ഞ് കൺമണി പോകാൻ തുടങ്ങുമ്പോൾ കൺമണിക്ക് ടവലെല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട് കൃഷി തുടയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൃഷും കൺമണിയും വെള്ളമെല്ലാം തുടയ്ക്കുന്നു. കൺമണിയുടെ ഓറ് ചെന്ന് തുറക്കുന്നതും മാനസയാണ് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. കൺമണിയെ കാണുന്നതും മാനസ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി? ആകെ അമ്പരന്ന് നിൽക്കുകയാണല്ലോ. അല്ല, എന്തു പറ്റി നനഞ്ഞിരിക്കുന്നത്? കുളിക്കുന്നിടത്തുനിന്ന് നേരെ ഇങ്ങോട്ട് ഓടി വന്നതാണോ? കൺമണിയാണെങ്കിൽ വിക്കലോടെ എന്തോ പറയാൻ തുടങ്ങുന്നതും മാനസയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ട്. എന്തു പറ്റി കൺമണി, ഒരു വിക്കൽ എന്ന് തുറന്നു ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും കൃഷും തല തോർത്തിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. കൃഷിനെ കാണുന്നത് മാനസ ഹായ് കൃഷ് എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ശേഷം കൃഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോഴാണ് കൃഷിന്റെ ഡ്രസ്സും നനഞ്ഞിരിക്കുന്നതായിട്ട് മാനസ അറിയുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, കൺമണിയും കൃഷും രണ്ടുപേരും കുളിക്കുന്നിടത്തുനിന്ന് ഇറങ്ങി വന്നതാണോ? ഇത് കൊള്ളാലോ. കൺമണിയും കൃഷു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോ മാനസ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി? രണ്ടാളും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഞാൻ പെട്ടെന്ന് വന്നതിന്റെ സന്തോഷം അല്ലേ? പറയാൻ വാക്കുകൾ കിട്ടാതെ നിൽക്കുവാണല്ലേ? ശേഷം കൺമണിയോട് മാനസ പറയാണ്, ഞാൻ അറിഞ്ഞു. അത് കേൾക്കുന്നതും കൺമണിയും കൃഷി ഒന്നും ഞെട്ടുന്നുണ്ട്. പക്ഷെ മാനസ പറയാൻ വന്നത് കൺമണി കഴിഞ്ഞ ദിവസം ഗംഭീരമായിട്ട് ഫുഡ് ഉണ്ടാക്കിയില്ലേ, അതിനെക്കുറിച്ചാണ്. അത് പറഞ്ഞ് കൺമണിയെ അഭിനന്ദിക്കുന്നുണ്ട് മാനസ. എന്തായാലും ഇന്നു മുതൽ മാനസയുടെ കൈപ്പുണ്യം കൃഷി അറിയാൻ പോവുക. അത് കഴിച്ചിട്ട് കൃഷി പറയണം ആരുടെ ഭക്ഷണമാണ് ഗംഭീരമെന്ന്. അങ്ങനെ കൃഷിനെ നോക്കിയും പറയുന്നുണ്ട് മാനസ. ശേഷം കൺമണിയോട് വീട്ടിലേക്ക് പോയിക്കോളാനും കൃഷിന്റെ ചാർജ് ഇനി ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞു. എന്തായാലും എന്റെ കൃഷിനെ ഇനി ഞാനില്ലാതിരുന്ന സമയത്ത് നന്നായിട്ട് കെയർ ചെയ്തതിന് നന്ദിയുണ്ട് കൺമണി. ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകും മുമ്പ് എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചതാണല്ലോ കൃഷിനെ ശ്രദ്ധിച്ചോളണമെന്ന്. ഇനി എന്റെ കൃഷിന്റെ കാര്യങ്ങള് ഞാൻ നോക്കിക്കോളാം. കൺമണി ഇറങ്ങിക്കോ. കൺമണിയെ പറഞ്ഞുവിടാൻ നോക്കുന്നെന്ന് കാണുന്നതും കൃഷിന് വല്ലാത്ത വിഷമം വരുന്നുണ്ട്. കൺമണിക്കാണെങ്കിലും സങ്കടമുണ്ട് കൃഷിനെ വിട്ട് പിരിയുന്നത് ഓർത്തിട്ട്. കൃഷിനെയും പിടിച്ചു വലിച്ചുകൊണ്ട് മാനസ മുകളിലേക്ക് പോകുമ്പോൾ കൺമണിയുടെ മുഖത്തേക്ക് തന്നെ വിഷമത്തോടെ നോക്കിക്കൊണ്ടാണ് കൃഷി കയറി പോകുന്നത്. മാനസ വീണ്ടും പറയുന്നുണ്ട് കൺമണിയോട്, കൺമണി എന്തായാലും ഇനി വീട്ടിൽ പൊക്കോ, ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് കൃഷിനൊപ്പം മുകളിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. കൺമണിയാണെങ്കിലും പോകാൻ വിഷമമുണ്ടെങ്കിലും മാനസയോട് ശരിയെന്ന് സമ്മതിച്ച് പോകാനായി ഭാവിക്കുകയാണ്.